മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിലെ ആഭ്യന്തര അഭിപ്രായ ഭിന്നതകൾ പൂർണ്ണമായി ശമിക്കുന്നതിന് മുൻപേ KPCC അധ്യക്ഷ പദവിക്കായുള്ള നീക്കങ്ങൾ സജീവമാവുകയാണ്. നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാറും PC വിഷ്ണുനാഥും മന്ത്രിസഭയിലെത്തിയ സാഹചര്യത്തിൽ പാർട്ടിയെ നയിക്കാൻ പുതിയ നേതൃസംഘം രൂപീകരിക്കേണ്ട സാഹചര്യം ഉയർന്നിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും മന്ത്രിയുമായ OJ ജനീഷിന് പകരക്കാരനെ കണ്ടെത്തുന്നതും നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ട്. പുതിയ അധ്യക്ഷനെ കുറിച്ചുള്ള ഔദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെങ്കിലും സ്ഥാനത്തോട് താല്പര്യമുള്ള ചില നേതാക്കൾ ഹൈക്കമാൻഡിനെ ഇതിനകം സമീപിച്ചിട്ടുണ്ടെന്നാണ് സൂചന. സർക്കാരുമായി അനാവശ്യ ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കി സംഘടനയെയും ഭരണത്തെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവിനെയാണ് ഹൈക്കമാൻഡ് പരിഗണിക്കുന്നതെന്നാണ് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഭരണസംഘടനാ തലങ്ങളിൽ ഏകോപനം ഉറപ്പാക്കാൻ കഴിയുന്ന വ്യക്തിക്ക് മുൻഗണന നൽകാനും സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ 3 വിഭാഗങ്ങളായി നിലപാടുകൾ രൂപപ്പെട്ടത് ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനാൽ വിഭാഗീയത കുറച്ച് പാർട്ടിയിൽ ഐക്യം ഉറപ്പാക്കാൻ കഴിയുന്ന നേതാവിനെ കണ്ടെത്തുക എന്നതും പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിലെ പ്രധാന മാനദണ്ഡങ്ങളിൽ ഒന്നായിരിക്കും. ഭരണത്തിൽ പ്രധാന സ്ഥാനങ്ങൾ ഒരു വിഭാഗത്തിനാണ് ലഭിച്ചതെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾക്കും അധ്യക്ഷ സ്ഥാനത്തേക്ക് അവസരം ലഭിക്കുമെന്നാണ് കരുതുന്നത്. അതിനിടെ ലോക്സഭാംഗം കൊടിക്കുന്നിൽ സുരേഷ് അധ്യക്ഷ പദവിയിലേക്കുള്ള താല്പര്യം പരസ്യമാക്കിയിട്ടുണ്ട്. പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള ഒരാൾ ഇതുവരെ KPCC അധ്യക്ഷനായിട്ടില്ല എന്ന വാദമുയർത്തിയാണ് അദ്ദേഹം തന്റെ അവകാശവാദം മുന്നോട്ട് വെക്കുന്നത്. ബെന്നി ബെഹനാൻ, ജോസഫ് വാഴയ്ക്കൻ, ആന്റോ ആന്റണി, KC ജോസഫ്, മാത്യു കുഴൽനാടൻ എന്നിവരുടെ പേരുകളും ഉയരുന്നുണ്ട്. മുതിർന്ന നേതാവ് എന്ന നിലയിലാണ് KC ജോസഫിന്റെ പേര് ഉയർന്നത്. മുതിർന്ന നേതാവായിട്ടും വേണ്ടത്ര പരിഗണന നൽകിയില്ല എന്നത് ജോസഫ് വാഴയ്ക്കനുള്ള ന്യായം. ജനപ്രതിനിധികളായിരുന്നവർ വേണ്ടെന്നാണ് തീരുമാനമെങ്കിൽ ആ മാനദണ്ഡത്തിൽ പലരും ഒഴിവാകും. പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും ഹൈക്കമാൻഡിന്റെ താല്പര്യത്തിനനുസരിച്ചാണ് ചെയ്യുക. സംസ്ഥാനത്ത് ഏകാഭിപ്രായം ഉണ്ടായാൽ തീരുമാനമെടുക്കാൻ എളുപ്പമാകും. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ അധികാരമോഹവും വിഭാഗീയതയും ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് തെളിയിക്കുന്നതാണ് KPCC അധ്യക്ഷ പദവിയെ ചൊല്ലി ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന തർക്കങ്ങൾ. ഭരണം കിട്ടിയിട്ടും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ വികസന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനോ അല്ല, മറിച്ച് ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഒപ്പിക്കുന്നതിനും സ്വന്തക്കാർക്ക് പദവികൾ വീതം വെച്ച് നൽകുന്നതിനുമാണ് പാർട്ടി നേതാക്കൾ മുൻഗണന കൊടുക്കുന്നത്. മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള തർക്കങ്ങളെല്ലാം പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയാത്ത ഒരു നേതൃത്വം അടുത്ത അധികാര കേന്ദ്രത്തിനായി ചരടുവലികൾ തുടങ്ങുന്നത് പാർട്ടിയുടെ രാഷ്ട്രീയ പാപ്പരത്വം എന്നല്ലാതെ മറ്റൊന്നും പറയാനാവില്ല. ഒരു വശത്ത് ജനപ്രതിനിധികളും മന്ത്രിമാരും വരെ പദവിക്കായി ഡൽഹിക്ക് വണ്ടി കയറുമ്പോൾ മറുവശത്ത് സമുദായക്കാർക്കും അവഗണനാവാദങ്ങളും ഉയർത്തി മുതിർന്ന നേതാക്കൾ പരസ്യമായി വിലപേശൽ നടത്തുന്നു. ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ഈ പടല പിണക്കങ്ങളും അധികാര തർക്കങ്ങളും കോൺഗ്രസിന് ഭരണമെന്നത് ജനസേവനമല്ല, മറിച്ച് കേവലം പദവികൾ പങ്കിട്ടെടുക്കാനുള്ള ഒരു കച്ചവടം മാത്രമാണെന്ന യാഥാർത്ഥ്യമാണെന്നാണ് തുറന്നു കാട്ടുന്നത്. സംഘടനയിലും ഭരണത്തിലും ഒരുപോലെ അനിശ്ചിതത്വം ഉണ്ടാക്കുന്ന ഈ ഗ്രൂപ്പ് പോര് വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ ഭരണസ്തംഭനത്തിലേക്കായിരിക്കും നയിക്കുക.